ശരിക്കും പറഞ്ഞാൽ എല്ലാം പണ്ട് എഴുതി വെച്ചേക്കണതാണ്. പണ്ടെന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു സെറ്റ് ഒരു 6-7 എണ്ണം 37 കൊല്ലം മുമ്പ് എഴുതിയതാണ്. പിന്നെ ഒരെണ്ണം ഒരു 26 കൊല്ലം മുമ്പ് എഴുതിയതാണ്. പിന്നെ 2 എണ്ണം വലുപ്പം പോരാന്ന് പറഞ്ഞ് എഴുതി ചേർത്ത് കൊടുത്തു. അതുകൂടിയാണ് ഇത്. ആരോടെങ്കിലും ദക്ഷിണ വെച്ച് എഴുത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് രമേശൻ തമ്പുരാനിൽ നിന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ നോവലുണ്ടെന്ന് ഞാൻ കേട്ടിരുന്നു, വായിച്ചില്ല. ഈ പുസ്തകത്തിനെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അല്ലെങ്കിൽ വികെൻ്റെ ഭാഷ പറഞ്ഞാൽ ഹിലാരിയസ് തുണ്ടൻ എന്ന് പറയേണ്ടി വരും. അങ്ങനത്തെ ഒരു ജാതി, ഒരു രക്ഷയില്ലാത്ത എഴുത്താണ്. ഭയങ്കരമായിട്ട് അതിഗംഭീരമായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ടാണ് എഴുതാതിരിക്കുന്നതെന്നുള്ളൊരു കൂടുതൽ എഴുതാതിരിക്കുന്നുള്ള ഒറ്റ ഒരു സംശയം മാത്രമേ ഇവിടെ വെച്ച് പറയാനുള്ളൂ. തറലി എൻജോയ്. വികെനായിട്ടൊക്കെ താരതമ്യം ചെയ്യണമെന്ന് എനിക്ക്, പക്ഷേ ചില ഭാഗത്തൊക്കെ വികെനേക്കാളും മുകളിലെത്ര പോലത്തെ ഒരുതരം ഭയങ്കരമായിട്ട് സത്യമായിട്ട് പറഞ്ഞാൽ റിയലി ഹിലാരിയസ്. സജീവിൻ്റെ അതിഗംഭീരമായ ഇല്ലസ്ട്രേഷൻസും കൂടി ഉണ്ട് ഇതിലൂടെ. ഒരു പുസ്തകം ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാന ഒരു കഥാപാത്രത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്, കളിക്കോട്ട പാലസ്. എനിക്ക് തോന്നുന്നത് ലോകത്ത് അങ്ങനെ എത്ര പുസ്തകങ്ങൾ ഉണ്ടാവുന്നതിനൂടെ ആ പുസ്തകത്തിൽ ഏറ്റവും അധികം പറയുന്നത് ഈ കളിക്കോട്ട പാലസിനെ പറ്റിയാണ്. പിന്നെ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രസന്നയുടെ കയ്യിലാണ് ഈ കൊച്ചി രാജാക്കന്മാരുടെ ഗോശ്രീ വിശേഷം എന്ന് പറഞ്ഞ ഇൻഹൗസ് മാഗസിനെ പറ്റി വായിച്ചത്. അതിൽ മാങ്ങാത്തര ഉപയോഗിച്ചുള്ള മൊരൊഴിച്ചുകൂട്ടാൻ്റെ റെസിപ്പിയൊക്കെ വായിച്ച് കൊതിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു എൻഡേഞ്ചേർഡ് സ്പീഷീസായി തീർന്നു ഈ ഗോശ്രീ വിശേഷം. പക്ഷേ ഗോശ്രീ വിശേഷത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ ഈ പുസ്തകത്തിലുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു കൊച്ചിയിലെ തമ്പുരാക്കന്മാരെയും തമ്പുരാട്ടിമാരെയൊക്കെ കളിയാക്കി ഒരുപാട് വികെനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വികെൻ്റെ ഭാഷയിൽ ഒരു തിരിച്ചു കൊടുക്കൽ പോലെയും കൂടി ഫീൽ ചെയ്തു. ഒരുപാട് ചരിത്രവും, അപ്പോൾ ഏതാണ് ഫിക്ഷൻ ഏതാണ് നോൺ ഫിക്ഷൻ എന്നറിയാത്ത, ഏതാണ് കാളിദാസൻ എഴുതിയത് ഏതാണ് രമേശൻ തമ്പുരാൻ എഴുതിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ വികെനോടല്ല കാളിദാസനോട് ഉപയോഗിക്കാനാണ് തോന്നുന്നത്. നമ്മുടെ കാലത്ത് ജീവിക്കുന്ന ഒരു കുഞ്ഞു കാളിദാസനെ പോലെയാണ് അത്. കാരണം കവിതയുടെ ആധിക്യമുണ്ട്. വികെന് കവിതയുടെ ഒരു സംഭവം തോന്നിയിട്ടില്ല അധികം. ഇദ്ദേഹം ഒരു വലിയ കവിയും കൂടിയാണ്. എനിക്ക് തോന്നുന്നു ഒരു 200 കൊല്ലം മുമ്പൊക്കെ ജീവിച്ചിരുന്നെങ്കിൽ നമ്മളിപ്പോൾ വലിയ ക്ലാസിക് കവിയായിട്ട് അറിയപ്പെട്ടിരുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു മടിയുണ്ടാവും, കവിതയ്ക്ക് മാർക്കറ്റില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടാവും. സജീവിൻ്റെ വരയും കൂടി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ജോലി കഴിഞ്ഞു എന്ന് തോന്നുന്നു, റിട്ടയർ ചെയ്തത്. അദ്ദേഹത്തിന് വരയ്ക്കാൻ ഒരുപാട് സമയം ഇനിയുണ്ട്. ഇത്തരം പുസ്തകങ്ങൾക്ക് വരയ്ക്കുക, വരയും വാക്കും ഒക്കെ ചേർന്നിട്ട് വേണമല്ലോ ഇവിടെ സ്ഫോടനങ്ങളുണ്ടാകാൻ. എനിക്ക് രമേശേട്ടൻ്റെ എഴുത്ത് ഭയങ്കര ഇഷ്ടമാണ്. വരയ്ക്കാനായിട്ട് ധാരാളം കഥാപാത്രങ്ങളെ വരയ്ക്കാൻ ഓരോ കഥയിലും പറ്റും എന്നുള്ളൊരു സാധ്യത കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ രീതിയിൽ ശരിക്കും ഒരു റൈറ്റേഴ്സായ രീതിയിൽ വരയ്ക്കാനായിട്ട് എനിക്ക് പറ്റി. അതിനൊരു അവസരം തന്നതിന് വലിയ സന്തോഷം. പിന്നെ എനിക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടം വെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കൺട്രാസ്റ്റിംഗ് ആണ്. ഞങ്ങളുടെ ഫിസിക്ക് തന്നെ ഉണ്ടല്ലോ. ഇദ്ദേഹം വളരെ പോഷകാഹാരക്കുറവ് തോന്നിക്കുമെങ്കിലും ഇയാളുടെ അസാമാന്യ പ്രതിഭാശാലിയായ മനുഷ്യനാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും സ്നേഹമുള്ള മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ വലിയ സന്തോഷമായി വരച്ചത്. പുസ്തക പ്രകാശനത്തിൻ്റെ വേളയിൽ ആരെന്ത് പുസ്തകം എഴുതിയാലും കേമായിട്ട് പറയണമെന്നുണ്ടെന്ന് എനിക്ക് അറിയാവുന്ന കാരണം ഞാൻ രാമോഹൻ പറഞ്ഞേക്കാൻ ക്ഷമിച്ചു. വേറെ ഒന്നും പറയാനില്ല. വളരെയധികം നന്ദി.